എലിപ്സ് എന്ന പേരിൽ ഇന്ന് ഒരു പുതിയ യൂട്യൂബിലെ പരമ്പര തുടങ്ങുകയാണ്. എലിപ്സ് മലയാളം എപ്പിസോഡ് 1 ഇത് എൻ്റെ 410ാമത്തെ വീഡിയോയാണ്. പരമ്പരയിലെ 1ാമത്തെ എപ്പിസോഡായതിനാൽ ഒരു ചെറിയ മുഖവുര പറയുകയാണ്. എന്താണ് എലിപ്സ് എന്ന് പറയുന്നത്? അണ്ഡാകൃതിയിലുള്ള രൂപങ്ങൾ, അത് വെച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്തമായ ജോബുകൾ, വസ്തുക്കൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പരമ്പരയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ലോകത്ത് പല രീതിയിൽ എലിപ്സ് വരയ്ക്കുന്നതിന്, അണ്ഡാകൃതിയിലുള്ള രൂപങ്ങൾ വരയ്ക്കുന്നതിന് പല രീതികൾ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തും ഓരോ വ്യക്തികളും ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ ഈ എലിപ്സ് എന്ന ഈ പരമ്പരയിൽ ഞാൻ 3 ഘട്ടമായി ഇതിനെ തിരിക്കുന്നുണ്ട്. 1ാം ഘട്ടം, ലോകത്ത് ഇന്ന് ഓരോരുത്തരും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന എലിപ്സുകൾ, അണ്ഡാകൃതിയിലുള്ള രൂപങ്ങൾ, അത് വരയ്ക്കാൻ ഇന്ന് അവർ ഉപയോഗിച്ചു വരുന്ന കുറച്ച് രീതികൾ. 2ാമത്തെ ഭാഗത്ത് ഈ രീതികൾ യഥാർത്ഥ എലിപ്സുമായി, യഥാർത്ഥ അണ്ഡാകൃതിയിലുള്ള ഫാബ്രിക്കേറ്റഡ് ജോബുമായി താരതമ്യം ചെയ്യുമ്പോൾ കൃത്യതയുള്ളതാണോ എന്നുള്ള കണ്ടുപിടുത്തം. 3ാമത്തത്, ഈ അണ്ഡാകൃതിയിലുള്ള ഫാബ്രിക്കേറ്റഡ് ജോബുകൾ ചെയ്യുമ്പോൾ അത് വരയ്ക്കാനും എല്ലാത്തിനും, അതിൻ്റെ എല്ലാ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചിന്തിക്കുന്നുണ്ട്. അതിനെല്ലാമായിട്ട് ഒരു സൂത്രവാക്യം, ഫോർമുല. ഇങ്ങനെ ഈ 3 ഘട്ടങ്ങളാണ് ഈ എലിപ്സ് എന്ന പരമ്പരയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഏവർക്കും എലിപ്സ് എന്ന പരമ്പരയുടെ 1ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാം റഫ് സ്കെച്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. കൈകൊണ്ട് ജസ്റ്റ് വരച്ചിരിക്കുന്നു. ഏതാണ്ട് രൂപം ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇപ്രകാരമുള്ള അണ്ഡാകൃതിയിലുള്ള രൂപങ്ങൾ വരയ്ക്കാൻ പല രീതികൾ ലോകത്ത് ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്നതിൽ ചില രീതികൾ, 1-2 രീതികൾ മാത്രം പറഞ്ഞുകൊണ്ട് മർമ്മത്തിലേക്ക് കടക്കാം. ഒരു രീതി, അതിൻ്റെ മേജർ ഡയയും മൈനർ ഡയയും. മേജർ ഡയ എന്ന് പറയുമ്പോൾ, ഡയമീറ്റർ എന്ന് പറയുമ്പോൾ, ഒരു അണ്ഡാകൃതിയിലുള്ള രൂപത്തിന് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം, അത് മേജർ ഡയ അല്ലെങ്കിൽ വലിയ വ്യാസം എന്ന പേരിലും, ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ ചെറിയ വ്യാസം എന്ന പേരിലും നാം പേര് കൊടുക്കുകയാണെങ്കിൽ, ഇത് വരയ്ക്കാനുള്ള പല രീതികളിൽ ഒരു രീതി, മേജർ ഡയമീറ്റർ കൊണ്ട് ഒരു റൗണ്ട് വരയ്ക്കുക, ഒരു വൃത്തം വരയ്ക്കുക. മൈനർ ഡയമീറ്റർ, ചെറിയ വ്യാസം കൊണ്ടും വരയ്ക്കുക. അതിനുശേഷം ഇതിനെ പല രീതികളിൽ പലതായി വിഭജിച്ചുകൊണ്ട് തിരശ്ചീനമായും ലംബമായും ലൈനുകൾ വരയ്ക്കുന്നു. വലിയ വൃത്തത്തിൽ നിന്നും ചെറിയ വൃത്തത്തിൽ നിന്നും അവ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഏകദേശം ഈ രീതി വരയ്ക്കുന്നു. ഇത് ഒരു രീതിയാണ്. അങ്ങനെ പല രീതികളുണ്ട്. ഇനി കാൽക്കുലേഷനിലൂടെ സമാന്തരമായിട്ടുള്ള ലൈനുകൾ വരച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സമാന്തരമായിട്ടുള്ള തിരശ്ചീന രേഖകൾ വരച്ചിട്ട് അവയ്ക്ക് 90 ഡിഗ്രിയിൽ ലംബമായിട്ടുള്ള ലൈനുകൾ വരയ്ക്കുന്ന ഒരു രീതി. അവ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്ത് എലിപ്സ് വരയ്ക്കുന്നതിന് വരച്ച ശേഷമാണല്ലോ അതിന്റെ ഫാബ്രിക്കേഷനുകളിലേക്ക് കടക്കുന്നത്. വരച്ച ശേഷമാണല്ലോ അതിന്റെ കട്ടിങ്ങിലേക്കും അതിന്റെ ബെൻഡിങ്ങിലേക്കും അല്ലെങ്കിൽ അതിന്റെ റോളിങ്ങിലേക്കും തുടർന്ന് അതിന്റെ ഫാബ്രിക്കേഷനിലേക്ക് കടക്കുന്നത്. ഏറ്റവും മർമ്മമായിട്ട് അത് വരയ്ക്കാൻ പഠിക്കണമല്ലോ, മാർക്ക് ചെയ്യാൻ പഠിക്കണമല്ലോ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു രീതി, മറ്റൊരു രീതി ഇങ്ങനെയാണ്, അങ്ങനെ പല രീതികളുണ്ട്. 7-8 രീതികൾ, അതിൽ കൂടുതൽ രീതികൾ ലോകത്ത് ഓരോരുത്തരും പിന്തുടരുന്നുണ്ട്. മറ്റൊരു രീതി ത്രെഡ് സിസ്റ്റമാണ്. അതായത് നൂല് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ 2 വൃത്തങ്ങൾ വരച്ചുകൊണ്ട് ഒരു എലിപ്സ് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പല രീതികളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദമായി അടുത്ത ഓരോ എപ്പിസോഡുകളിൽ ഞാൻ വിവരിക്കും. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മേജർ ഡയമീറ്ററിന്, വലിയ വ്യാസത്തിന്റെ ഈ ഭാഗത്ത് 3 പോയിന്റ് ഇട്ടിട്ട് ഇത് മാത്രം വരയ്ക്കാൻ ഒരു ആരം കണ്ടെത്തുക. അപ്രകാരം ഒരു ആരം കണ്ടെത്തിയാൽ ആ ആരം തന്നെയായിരിക്കും ഇവിടെ എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതി. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൈനർ ഡയമീറ്ററിന്റെ, അതായത് ചെറിയ വ്യാസത്തിന്റെ ഭാഗത്തുള്ള ആരം വരയ്ക്കാൻ മറ്റൊരു മെഷർമെന്റ്, മറ്റൊരു അളവ്, അത് എന്താണോ ആ അളവ് തന്നെ ഇത് വരയ്ക്കാൻ ഇപ്പുറത്ത് കുത്തി വരയ്ക്കുകയും ചെയ്യും. അതായത് ഇവിടെ കാണുന്ന പ്രകാരം, ഇപ്രകാരം ഇവിടെ മാത്രം വരയ്ക്കാൻ ഒരു ചെറിയ മൈനർ റേഡിയസ് ഉപയോഗിക്കുക, ചെറിയ ആരം ഉപയോഗിക്കുക. അത് തന്നെയാണ് ഇവിടത്തേക്കും ഉപയോഗിക്കുന്നത്, അവർക്കറിയാം. അതുപോലെ മൈനർ ഡയമീറ്റർ വരയ്ക്കാൻ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ ചെറിയ വ്യാസം വരയ്ക്കാൻ ഒരു ലോങ് റേഡിയസ് ഉപയോഗിക്കേണ്ടി വരും, നീളമുള്ള റേഡിയസ്. അതിന് നമുക്ക് മേജർ റേഡിയസ് എന്ന് പറയാം. അത് കുറച്ച് ദൂരത്തു നിന്നായിരിക്കും ആ റേഡിയസ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ വരയ്ക്കാൻ റേഡിയസ്, ആരത്തിന് എത്ര നീളം ഉപയോഗിച്ചു, ആ ആരം തന്നെ ഇവിടെ വരയ്ക്കാൻ വേണ്ടി വിപരീത ദിശയിൽ നിന്ന് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ അടുത്ത പല എപ്പിസോഡുകളിൽ പഠിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് ഇന്ന് പല രീതികൾ പിന്തുടരുന്നതിലെ ചില രീതികളാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്തുകൊണ്ട് എലിപ്സിൽ ഇത്രയേറെ ആകൃഷ്ടനായി, അണ്ഡാകൃതിയിലുള്ള ഫാബ്രിക്കേഷൻ ജോബുകളിൽ എനിക്ക് ഇത്രയും താല്പര്യം ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ചെറിയ കഥ മാത്രം, സംഭവം മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എവർക്കും അറിയാം ഞാൻ ഫാബ്രിക്കേഷനിൽ ഒരുപാട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതിൽ അഡിക്റ്റ് എന്ന് പറയുന്ന പോലെ, അതായത് ചിലർ ലഹരിക്കടിമ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സിഗരറ്റിന് അടിമ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കഞ്ചാവിന്, ചരസിന് അടിമ എന്നതുപോലെ ഞാൻ ഫാബ്രിക്കേഷനിൽ അഡിക്റ്റായ ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് മോചനം എനിക്കില്ല, അതിൽ നിന്ന് മോചനം വേണ്ട. ഫാബ്രിക്കേഷനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എവർക്കും അറിയാം. ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ, പണിശാലയിൽ ചെന്നെത്തുക എന്ന് പറയുന്നത് ലോഹങ്ങളുടെ ഒരു പൂന്തോട്ടത്തിൽ എത്തുകയാണെന്നുള്ളത് ഞാൻ എൻ്റെ പല ടൂൾ ബോക്സ് ടോക്കുകളിലും പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലുള്ള ടൂൾ ബോക്സ് ടോക്കിലും പറഞ്ഞിട്ടുണ്ട്, ലൈവായിട്ട് നേരിട്ട് വർക്കിംഗ് സൈറ്റിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇരുമ്പ് കൊണ്ടുള്ള ഫാബ്രിക്കേഷൻ വർക്കുകൾ അതൊരു വയറ്റിപ്പിഴപ്പിനുള്ള മാർഗത്തെക്കാളുപരി ആസ്വാദനമാണ്. വയറ്റിപ്പിഴപ്പിനുള്ള മാർഗമാണ്, ഭക്ഷണം കിട്ടാൻ ജോലി ചെയ്തേ മതിയാവും. പക്ഷെ അതിനേക്കാളുപരി അതിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ലോഹങ്ങൾ നിറഞ്ഞ പൂന്തോട്ടത്തിലേക്ക്, പാർക്കിലേക്ക് പോവുകയാണെന്നുള്ള ആഹ്വാനം ഞാൻ എൻ്റെ ടൂൾ ബോക്സ് ടോക്കുകളിൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, തുടർന്നും തരും. ഓക്കെ, അപ്പൊ ഞാൻ എന്തുകൊണ്ട് ആകർഷനായി എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്
എനിക്ക് 22 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇപ്രകാരം ഒരു ജോബ് ചെയ്യുകയായിരുന്നു. ഈ ജോബ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ പല പേരിലാണ് അറിയുന്നത്. സ്ക്വയർ ടു റൗണ്ട് ജോബ് എന്ന് പറയാം. അതായത് താഴെ സ്ക്വയറും ചതുരവും സമചതുരവും അല്ലെങ്കിൽ ചതുരവും മുകളിൽ റൗണ്ടും. ഇതാണല്ലോ റൗണ്ട്. ആ റൗണ്ട് പ്ലാനിൽ നിന്ന് നോക്കുമ്പോഴാണ് റൗണ്ടായി കാണുന്നതെന്നും അതിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂവിൽ ആ റൗണ്ട് ഒരു രേഖ മാത്രമായി കാണുമെന്നും ഞാൻ എൻ്റെ ഫാബ്രിക്കേറ്റഡ് കോൺസ് എന്ന പരമ്പരയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഇതും കൂടി ചേരുമ്പോഴാണ് ഒരു ജോബ് ആകുന്നത്. ഇതിനെ നമ്മൾ പ്ലാൻ എന്ന് പറയുന്നുവെന്നും അല്ലെങ്കിൽ ടോപ്പ് വ്യൂ, മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നുവെന്നും ഇതിനെ നാം എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ, മുന്നിൽ നിന്നുള്ള വീക്ഷണത്തിൽ കാണുന്ന രൂപമെന്നും പറയുന്നുവെന്നും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമചതുരം താഴെയും മുകളിൽ വൃത്തവുമായ ഒരു രൂപം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയ ഈ രൂപം പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫാബ്രിക്കേറ്റഡ് ജോബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ജോബിൽ ഈ നീളവും വീതിയെയും അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ വ്യാസത്തെയും പല മടങ്ങ് വലിപ്പമുള്ള ഉയരമായിരുന്നു അതിന്. അപ്രകാരമുള്ള ഉയരമുള്ളൊരു വസ്തു ഒറ്റ പീസിൽ നിന്ന്, ഒറ്റ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് അവ പരസ്പരം ടാക്കടിക്കുന്നതിന് വേണ്ടി, യോജിപ്പിക്കുന്നതിന് വേണ്ടി, വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ കിട്ടണമല്ലോ. രണ്ട് എൻഡും കൂടി കൂട്ടിമുട്ടിച്ച് ലെവലായി കിട്ടണമല്ലോ. എന്നാലല്ലേ ഇവിടെ വെൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പല ജോബുകൾക്ക് ട്വിസ്റ്റ് ഉണ്ടാകും. അത് കാരണം വന്നു ചേർന്നത് ഈ ഭാഗത്തിൽ നിന്ന് ലേശം പൊങ്ങിയാണ് മറുഭാഗം വന്നു ചേർന്നത്, അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ നിന്ന് ലേശം പൊങ്ങിയാണ് ഈ ഭാഗം വന്നു ചേർന്നത്. സ്റ്റെപ്പായി എന്നർത്ഥം. ഒരു പ്രൊജക്ഷൻ അത് ശരിയല്ലല്ലോ. സ്റ്റെപ്പ് മാറ്റിയെടുക്കണമല്ലോ. ഈ പടി പോലെ ഇരിക്കുന്ന ഭാഗം മാറ്റിയെടുക്കണമല്ലോ. അത് കൈകൊണ്ട് ശക്തി കൊടുത്തിട്ട് ഒരിക്കലും മാറ്റാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത്രയേറെ ശക്തി കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഞാനൊന്ന് മനസ്സിലാക്കിയത്, സാധാരണ ജോബുകളിൽ നിന്ന് വ്യത്യസ്തമായി. സാധാരണ ജോബ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിളിന്റെ രൂപമോ ഒരു ചാനലിന്റെ രൂപമോ ഒരു സ്ക്വയർ ട്യൂബിന്റെ രൂപമോ ഒക്കെയാണെങ്കിൽ അതിൽ ഇപ്രകാരം ഒരു ജോബ് നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് നാം ശക്തി കൊടുക്കുമ്പോൾ, ബലം കൊടുക്കുമ്പോൾ, ഒരു ലോഡ് കൊടുക്കുമ്പോൾ അത് വേണമെങ്കിൽ അതിന്റെ ഇവിടെ മുതൽ താഴെ വരെയുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങോട്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങോട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവ ലോക്കാവുന്ന ഒരു സിസ്റ്റം ഇതിലുമില്ല. ഇതിൽ കുറച്ചെങ്കിലും ഉണ്ട്. എങ്കിലും ഇതൊരു സാമാന്തരികം പോലെ, റോംബസ് പോലെ മാറിക്കിട്ടും. അത് മാറാൻ സാധ്യതയുണ്ട്. ഈ 90 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ളത് ബലം വരുമ്പോൾ അത് ഇങ്ങോട്ടും മറിഞ്ഞ് ഉള്ളിലുള്ള ഡിഗ്രി 89 88 87 അതിലും താഴെ പോയി വരാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഇതൊരു ഫ്ലാഞ്ച് ആണെന്ന് കരുതുക. ഫ്ലാഞ്ചിൽ ഇവിടെ മാത്രം നമ്മൊരു ഹോൾ ഇട്ടിട്ട് 4 ഹോള് മാത്രം ഇട്ടിട്ട് 4 ഫ്ലാറ്റുകൾ, 4 പട്ടകൾ, ഇവിടെ ഒരു പട്ട, ഇവിടെ ഒരു പട്ട, ഇവിടെ ഒരു പട്ട, ഇവിടെ ഒരു പട്ട, ഇത് നാം പരസ്പരം ബോൾട്ട് ഉപയോഗിച്ച് മുറുക്കി എന്ന് കരുതുക, ടൈറ്റ് ചെയ്തു എന്ന് കരുതുക. നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും
ഒരു ഫോഴ്സ്, ഒരു ബലം ഇവിടെ നിന്ന് കൊടുത്താൽ ഈ ഭാഗം ചുരുങ്ങി വരും, അതോടൊപ്പം ഈ ഭാഗം വികസിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആ ഫോഴ്സ്, ബലം കൊടുക്കുന്നത് ഇവിടെ നിന്നാണെങ്കിൽ ഈ ഭാഗം വികസിച്ചു വരും, ഈ ഭാഗം ചുരുങ്ങിയും വരും. എന്നാൽ ഇവയെ അപേക്ഷിച്ച് ഇത്തിരി കൂടി ശക്തിമത്താണ് ഒരു സ്ക്വയർ ട്യൂബ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനെ ജോബ് ഉണ്ടാക്കി സ്റ്റെപ്പായി വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്ര ശക്തി കൊടുക്കേണ്ടി വന്നപ്പോൾ മനസ്സിലേക്ക് വന്ന ചിന്തയാണ്. അപ്പോൾ എനിക്ക് കൈകൊണ്ട് ഇത് താത്താൻ പറ്റിയില്ല. അന്ന് ഞാൻ ഫ്ലൈ പ്രസ് ഉണ്ടല്ലോ, ഫ്ലൈ പ്രസ്, ബെൻഡിങ്ങിനും പ്രസ്സിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പല നമ്പറിലുള്ള ഫ്ലൈ പ്രസ്സുകളുണ്ടല്ലോ, 10 നമ്പർ 8 നമ്പർ എന്നൊക്കെ. എന്റെ ഓർമ്മയിൽ അന്നൊരു ഫ്ലൈ പ്രസ് 10 നമ്പറിലൂടെ ഈ ഭാഗം, ഇതിന്റെ മറ്റൊരു ഭാഗം, അങ്ങനെ 3 ഭാഗത്ത് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഭാഗം താത്താൻ ശ്രമിച്ചു. താഴുകയും ചെയ്തു. വളരെ ശക്തി കൊടുക്കേണ്ടി വന്നു, ഫ്ലൈ പ്രസ്സിലൂടെ ശക്തി കൊടുക്കേണ്ടി വന്നു. പക്ഷെ താന്നു കിട്ടി. ഞാനപ്പോൾ കൂടെയുള്ള വെൽഡറോട് ഇവിടെ ടാക്കടിക്കാൻ പറഞ്ഞു. അദ്ദേഹം ടാക്കടിച്ചു. ഇനി ഇത് പ്രസ് ചെയ്ത് പിടിക്കാൻ ചെയ്ത ബെൻഡിങ് മെഷീൻ, ഫ്ലൈ പ്രസ് തിരിച്ചെടുക്കണം. അതിന്റെ ബലം മാറ്റിയെടുക്കണം, അല്ലേ? അത് അയവ് കൊടുക്കണം. ബെൻഡിങ് മെഷീൻ ലൂസാക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു ചെറിയ ടാക്കല്ലേ അടിച്ചിട്ടുള്ളൂ, ടാക്ക് പൊട്ടിപ്പോയാലോ? ബെൻഡിങ് മെഷീൻ എടുക്കുകയും ചെയ്തു. ഈ ഒരു ടാക്ക് മാത്രമല്ലേ ഉള്ളൂ, ഭാവിയിൽ അത് പൊട്ടിപ്പോകുമല്ലോ എന്ന് കരുതി ബെൻഡിങ് മെഷീന്റെ പ്രസ് ചെയ്തിരുന്ന ഭാഗം എടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആ ടാക്ക് ഇത്തിരിയും കൂടി വലുതാക്കാൻ പറഞ്ഞു. ടാക്ക് വലുതാക്കാൻ വെൽഡിംഗ് റോഡ് തുടങ്ങിയതേ ഉള്ളൂ. ആ നിമിഷം പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ടാക്ക് വലുതാക്കുമ്പോൾ ശക്തിമത്താകുന്നു എന്നാണ് ഏവരും ധാരണ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ശക്തിമത്താകുന്നതിന് പകരം പൊട്ടിപ്പോയി? അതായത് ഇതിൽ ലോഡ് ഇരിക്കുകയാണ്, അല്ലേ? ലോഡോടുകൂടിയാണ് പ്രസ് ചെയ്ത് സ്റ്റെപ്പില്ലാതാക്കി മാറ്റിയത്. ആ അത്രയും ലോഡുള്ള വസ്തുവിൽ ഒരു ചെറിയ ടാക്ക് അടിച്ചതിന് ശേഷം ആ ടാക്കിന്റെ മീതെ ടാക്കടിച്ചുകൊണ്ട് ടാക്ക് വലിയൊരു വെൽഡിംഗ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ അവിടെ ഹീറ്റ് ആവുന്നുണ്ട്, ചൂടാവുന്നതോടൊപ്പം ഈ ശക്തി, അതിൽ ടെൻഡൻസി ഉണ്ട് ഇതിന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള, ലെവലായിട്ടിരിക്കുന്ന ജോബ് തിരിച്ചു പോകാനുള്ള ശക്തി അതിലുണ്ട്. തിരിച്ചു പോകണമെന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഈ ജോബ് ഇരിക്കുന്നത്. അപ്പോ ഞാൻ ബെൻഡിങ് മെഷീൻ വെച്ച് പ്രസ് ചെയ്ത ഈ വസ്തു ടാക്ക് വലുതാക്കിയതിന് ശേഷം മാത്രം ഞാൻ ബെൻഡിങ് മെഷീൻ ലൂസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലോഡായിരിക്കുന്ന ഒരു വസ്തു, അതിൽ ഒരു ടാക്ക് അടിച്ചതിന് ശേഷം ആ ലോഡിരിക്കെ നമ്മൾ ആ ടാക്കിന്റെ മീതെ ഒരു ടാക്ക് അടിച്ചാൽ ആ ടാക്ക് പൊട്ടിപ്പോകുമെന്നുള്ളത് ഞാനങ്ങ് പഠിച്ചു. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടത്, ഞാൻ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഫാബ്രിക്കേഷനിലൂടെ പഠിച്ചത് എക്സ്പീരിയൻസിൽ നിന്നാണ്, അനുഭവത്തിൽ നിന്നാണ്. അനുഭവം ഉണ്ടായിട്ടും പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. അനുഭവമാണ് മികച്ച ഗുരു എന്നുള്ളത് ഞാൻ പല എപ്പിസോഡിൽ പറഞ്ഞത് കാരണം ഇവിടെ വിവരണം ഞാൻ നൽകുന്നില്ല. അപ്പോ അത് മനസ്സിലാക്കിച്ചു തരാം. ലോഡുള്ള ഒരു വസ്തുവിൽ ഒരു ചെറിയ ടാക്ക് അടിച്ചതിന് ശേഷം ആ ലോഡ് ഇരിക്കെ നാം ആ ടാക്ക് വലുതാക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകുമെന്നറിയാൻ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇതൊരു ഐബീമാണെന്ന് കരുതുക, ഇതും ഒരു ഐബീമാണെന്ന് കരുതുക. നിങ്ങൾക്ക് അവർക്ക് ഐബീം അറിയാം. അതിന്റെ സെക്ഷൻ ഏതാണ്ട് ഇപ്രകാരം ഇരിക്കും. സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്തെ
മുറിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ എങ്ങനെ കാണുമോ അതിനെയാണല്ലോ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ട് മുറിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ ആണല്ലോ ഇത്. ഇതിനെ മുറിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗം ഈ ഇരിക്കുന്ന സ്ഥലം മുതൽ താഴെ വരെ തിരശ്ചീനമായിട്ട് ഉണ്ട് എന്നുള്ളതാണല്ലോ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഈ ഭാഗമാണല്ലോ നാം ഇവിടെ മുറിച്ചങ്ങോട്ട് നോക്കുമ്പോൾ മുകൾ മുതൽ താഴെ വരെ ഒരു ലൈനായി കാണപ്പെടുന്നത്. അപ്പോൾ മുകളിൽ ഉള്ള ഭാഗത്തിന് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നു, മുകളിലുള്ള ഭാഗത്തിന് ഫ്ലാഞ്ച് എന്ന് പറയുന്നു, താഴെയുള്ള ഭാഗത്തിനെയും ഇതിനിടയിലുള്ള ഭാഗത്തിന് വെബ് എന്ന് പറയുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തത് കാരണം ഇതിലേക്ക് കടന്നു വരിക. അപ്പൊ നമ്മൾ ടാക്ക് ഈ രണ്ട് IBMകൾ ജോയിൻ ചെയ്യാൻ പല മെത്തേഡുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഈസി മെത്തേഡും ഞാൻ സർവ്വസാധാരണമായി പിന്തുടരുന്നതും അക്യുറസി ഉള്ളതുമായ ഒരു മെത്തേഡ് ഇവിടെ പറഞ്ഞു തരുന്നുകൊണ്ട് പറയുക. അത് പറയുന്നതിന്റെ ഉദ്ദേശ്യം ലോഡുള്ള വസ്തുവിൽ ടാക്ക് അടിച്ചതിന് ശേഷം ലോഡ് നിൽക്കേ, ബലം നിൽക്കേ അതിന്റെ മീതെ ടാക്ക് വലുതാക്കാൻ ശ്രമിച്ചാൽ ടാക്ക് പൊട്ടിപ്പോകും എന്നുള്ളത് സൂചിപ്പിക്കാൻ. അതായത് ഈ ബീമിന്റെ താഴെ 2 സപ്പോർട്ട് വെച്ചിട്ടുണ്ട്, അടുത്ത ബീം ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അറ്റത്ത് മാത്രമേ നമ്മൾ സപ്പോർട്ട് വെച്ചിട്ടുള്ളൂ, ഞാൻ അങ്ങനെ വെക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിൽ ഒരു സ്റ്റോപ്പർ വെക്കും, ഇതിന്റെ മുകളിൽ സ്റ്റോപ്പർ വെക്കും, ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബീമിന്റെ മുകളിൽ ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് ഈ ബീമിൽ സ്റ്റോപ്പർ ടാക്കടി. അപ്പോ ഈ ബീമിന്റെ ലെവലിൽ തന്നെ ആ സ്റ്റോപ്പർ ഇരിക്കുകയാണ് ലെവലിൽ. എന്നിട്ട് ഈ ബീം ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് റെസ്റ്റ് ചെയ്ത് നിർത്തും. അപ്പൊ റെസ്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ ഈ മുകളിലുള്ള ചെറിയ ഫ്ലാറ്റ് അത് ഇതിന്റെ താഴെ ഭാഗം സ്ട്രെയിറ്റ് ആയതിനാൽ ഒരേ ലെവലിൽ കിട്ടും. ഞാനിപ്പോൾ വരച്ചപ്പോൾ ഈ ഭാഗം അധികം വന്നില്ല, ഞാൻ ഇത്തിരി കൂടി കൂടുതൽ എടുക്കും കാരണം വെൽഡിങ് കിട്ടാൻ വേണ്ടി. അതുപോലെ ഈ ഭാഗം ഞാൻ ഇത്തിരി കൂടി കുറച്ചെടുക്കും കാരണം ടാക്കിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ജോയിന്റ് സ്റ്റെപ്പില്ലാതെ എടുക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിലാണ് ഇത് സ്പിരിറ്റ് ലെവലാവുക അല്ലെങ്കിൽ വാട്ടർ ലെവലാവുക, അതോടൊപ്പം ഇത് സ്പിരിറ്റ് ലെവലാവുക, വാട്ടർ ലെവലാവുക, അല്ലെങ്കിൽ ഇത് ഒറ്റ സ്കെയിലാവുക, അല്ലെങ്കിൽ ഇത് ഒറ്റ ലൈൻ ജൂറിയിൽ ആവുക എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇത് സ്പിരിറ്റ് ലെവലാക്കുക എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. പല മെത്തേഡുകൾ ചെയ്യുന്നതിൽ സ്പിരിറ്റ് ലെവലാക്കിക്കൊണ്ട് ഇതിനെ സ്പിരിറ്റ് ലെവലാക്കാം, ഇതിനെ വാട്ടർ ലെവലാക്കിക്കൊണ്ട് ഇതിനെ വാട്ടർ ലെവലാക്കാം, ഇതിനെ ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആക്കാം, അല്ലെങ്കിൽ ലൈൻ ജൂറി നൂല് ഉപയോഗിച്ച് ചെയ്യാം. ഒരിക്കലും സ്പിരിറ്റ് ലെവലാക്കി സമയം കളയാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല, നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുമ്പോൾ, നേരെ കിട്ടുമ്പോൾ ആദ്യം ഈ ഭാഗമാണ് ജോയിന്റ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അത് ടാക്കടിച്ച് ശരിയായിട്ട് വേഷമാണ് നമ്മളിത് പൊക്കണമെങ്കിൽ പൊക്കണം, അല്ലെങ്കിൽ താത്തണമെങ്കിൽ താത്തണം ചെയ്യുന്നത്. ഇത് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്രകാരം ഒരു സപ്പോർട്ട് ഞാൻ വയ്ക്കുമ്പോൾ ഈ ഭാഗം ഇത്രയും കൂടി നീളം വെക്കും. അതിന്റെ ഉദ്ദേശം പറഞ്ഞു വെൽഡിംഗ് കൂടുതൽ കിട്ടാൻ, രണ്ടിലും നല്ല വെൽഡിംഗ് കിട്ടാൻ. ഈ ഭാഗം കുറച്ച് വെക്കുന്നതിന് ഉദ്ദേശം പറഞ്ഞു ആദ്യം വെക്കുമ്പോൾ തന്നെ എല്ലാം ഒറ്റയടിക്ക് ലെവലാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൃത്യമായി ടാക്കടിക്കുക, അതിനുശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഈ ഫ്ലാറ്റ് എത്ര നേരെയാണോ അതിന് സമാനമായി മൊത്തമാക്കാൻ പറ്റും. എല്ലാ ഡയറക്ഷനിലും പിന്നീടാക്കാൻ പറ്റും. ഒരു സാധനം സെറ്റ് ചെയ്യുമ്പോൾ 3 ഡയറക്ഷനും ശരിയാക്കണമല്ലോ, 3 ദിശകളും ശരിയാക്കണമല്ലോ. ഒന്ന് മുകളിലോട്ടും താഴോട്ടുമുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ശരിയാക്കണം. മറ്റൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തോട്ടും വലത്തോട്ടുമുള്ളവ ശരിയാക്കണം. പിന്നെ ഇനി എന്താണ് അവശേഷിക്കുന്നത്? നാം നിൽക്കുന്ന സ്ഥലത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുമുള്ള ദിശയിലും ശരിയാക്കാനുണ്ട്. അങ്ങനെ 3 ദിശകൾ ശരിയാക്കണമല്ലോ.
ഓക്കെ, അതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ജോബ് ഞാൻ ടാക്ക് അടിച്ചു എന്ന് കരുതുക. ഒരു ടാക്ക് അടിച്ചതിന് ശേഷം, സപ്പോർട്ട് വെച്ച് ടാക്ക് അടിച്ചതിന് ശേഷം ഞാൻ ഈ സപ്പോർട്ട് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം എനിക്ക് ബുദ്ധി വരികയാണ്. അതിനെ കുബുദ്ധി എന്നാണ് പറയുന്നത്. ബുദ്ധി വരികയാണ്. അതായത് ചെറിയ ടാക്കാണല്ലോ ഇവിടെ അടിച്ചത്, അതൊന്ന് വലുതാക്കാം എന്ന് ഈ സപ്പോർട്ട് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം, ഈ പട്ട പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ അത് ടാക്ക് വലുതാക്കാൻ വെൽഡറോട് ആവശ്യപ്പെട്ടാൽ ഈ ഫ്ലാറ്റ് ഇല്ലാതെയാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ലോഡും ഇതിന്റെ മീതെ ഇരിക്കുകയാണ്. ഇതിന് താഴെ സപ്പോർട്ടൊന്നുമില്ല. ഈ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറുതായി ഈ സപ്പോർട്ടെങ്കിലും വേണം. അതില്ലാതെ ഞാൻ ടാക്കടിച്ചതിന്റെ മീതെ ടാക്കടിക്കാൻ പറഞ്ഞാൽ നല്ല ലോഡ് ഇതിലിരിക്കുന്നതിൽ പൊട്ടി വീഴും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇങ്ങനെ സ്ക്വയർ ടു റൗണ്ട് ജോബ് ചെയ്യുമ്പോൾ ഇതിന് ഇത്രയും ശക്തിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. അതായത് ഒരേ രൂപമല്ലാത്ത രൂപങ്ങൾ, ഇതൊക്കെ ഒരേ രൂപമാണ്. താഴെ മുതൽ മുകളിൽ വരെ ആംഗിളിന്റെ രൂപമാണ്. ഇത് താഴെ മുതൽ മുകളിൽ വരെ ചാനലിന്റെ രൂപമാണ്. ഇത് താഴെ മുതൽ മുകളിൽ വരെ സ്ക്വയർ ട്യൂബിന്റെ രൂപമാണ്. ഇത് താഴെ മുതൽ മുകളിൽ വരെ ഐ ബീമിന്റെ രൂപം മാത്രമാണ്. എന്നാൽ സ്ക്വയർ ടു റൗണ്ട് ജോബ് താഴെ മുതൽ മുകളിൽ വരെ ഒരേ രൂപമല്ല. അതിന്റെ താഴെ ചതുരാകൃതിയാണെങ്കിൽ ഏറ്റവും മുകളിലെത്തുമ്പോൾ അത് റൗണ്ടായി വൃത്തമായി മാറി. ഏറ്റവും മുകളിലെത്തുമ്പോൾ വൃത്തമായി മാറി. ഏറ്റവും താഴെ എത്തുമ്പോൾ സമചതുരമായി മാറി. അതിൽ വരുന്ന ബെൻഡിങ്ങുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പല ബെൻഡിങ്ങുകൾ ചെയ്യണം. അതിൽ വരുന്ന ബെൻഡിങ്ങുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പല ബെൻഡിങ്ങുകൾ ചെയ്യണം. ഇതെല്ലാം ബെൻഡിങ്ങുകളാണ്. രണ്ടെണ്ണമേ കാണിച്ചിട്ടുള്ളൂ എങ്കിലും പല ബെൻഡിങ്ങുകൾ ചെയ്യേണ്ടി വരും. ഇവിടെ കാണിച്ചിരിക്കുന്നതിന് ബെൻഡിങ്ങുകൾ തന്നെ. ഓക്കെ, അപ്പൊ ഈ കോർണറുകളിൽ നിന്നാണ് ബെൻഡിങ്ങുകൾ പുറപ്പെടുന്നത്. അതിനെക്കുറിച്ച് വേറെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ചിന്ത എന്താണ്, വ്യത്യസ്ത ആകൃതിയിൽ ഒരു കോളം പോലെ, ഒരു സ്തംഭം പോലെ, ഒരു പോസ്റ്റ് പോലെയുള്ള ഒരു ജോബിനെ മുകൾ മുതൽ താഴ്വരെ ഒരേ രൂപത്തിലാണെങ്കിൽ, ആംഗിൾ പോലെ ഒരേ രൂപത്തിലാണെങ്കിൽ, ചാനൽ പോലെ ഒരു രൂപത്തിലാണെങ്കിൽ, സമചതുരം പോലെ അല്ലെങ്കിൽ ദീർഘചതുരം പോലെ ഒരു രൂപത്തിലാണെങ്കിൽ, ഐബീം പോലെ ഒരു രൂപത്തിലാണെങ്കിൽ, ഇനി ഇവിടെ വരക്കാത്ത വൃത്തം പോലെ മുകൾ മുതൽ താഴെ വരെ ഒരു രൂപമാണെങ്കിൽ ഉണ്ടാകുന്ന ശക്തിയേക്കാൾ ഉപരി ശക്തിയായിരിക്കും താഴെ ഒരു രൂപവും മുകളിൽ വേറെ രൂപവുമുള്ള ജോബുകൾക്ക്. അത് താഴെ സമചതുരവും മുകളിൽ വൃത്തവും എന്നുള്ളതിന് പകരം താഴെ വൃത്തമാകാം, മുകളിൽ സമചതുരമാകാം. മുകളിലത്തെ സമചതുരം വളരെ വലിപ്പം കൂടിയതാവാം, വലിപ്പം കുറഞ്ഞതാവാം. താഴത്തേത് വൃത്തമാവട്ടെ, ദീർഘവൃത്തമാകട്ടെ, അല്ലെങ്കിൽ ത്രികോണമാകട്ടെ, സമാന്തരികമാകട്ടെ, എന്തുമാവട്ടെ, രൂപം വ്യത്യസ്തമാണെങ്കിൽ അതിൽ മുകളിൽ നിന്നൊരു ശക്തി കൊടുത്താൽ, ഇതിന്റെ മുകളിൽ നിന്നൊരു ശക്തി കൊടുത്താൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത, ബെൻഡായി പോകാനുള്ള, വളഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഇവയ്ക്ക് വളഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതോടൊപ്പം ഞാനൊരു കാര്യം ഓർക്കുകയും ചെയ്തു. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയും ചെയ്തു. അതായത് ഞാൻ ഫാബ്രിക്കേഷൻ ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് ഇപ്രകാരമുള്ള ഒരു കോഴിമുട്ട എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു മത്സരത്തിനായി കൊണ്ടുവന്നു. പറഞ്ഞത് ഇത്രമാണ്: ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ഇടത് കൈയും വലത് കൈയും വെച്ച് അമർത്തി ഇത് പൊട്ടിക്കണം എന്നാണ് മത്സരം. അന്ന് ആ വ്യക്തി മത്സരാർത്ഥിയോട് പറഞ്ഞത്. അങ്ങനെ പൊട്ടിച്ചാൽ ഒരു സമ്മാനം പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യ ശക്തി കൊണ്ട് കൈയുടെ ഒരു ഭാഗം ഈ മൂലയിലും കൈയുടെ ഒരു ഭാഗം ഈ ഭാഗത്തും വെച്ചുകൊണ്ട് അമർത്തിയാൽ ഒരിക്കലും പൊട്ടിക്കാൻ മനുഷ്യശക്തിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ കൈവയ്ക്കുകയും മറ്റേ കൈ ഇവിടെ വെക്കുകയും ചെയ്ത് അമർത്തിയാൽ പൊട്ടുകയും ചെയ്യും. അപ്പോൾ അന്ന് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ
ഇപ്രകാരം ഒരു ജോബ് ഉണ്ടാക്കുമ്പോൾ ഓർത്തു, വ്യത്യസ്ത ആകൃതിയിലുള്ള ജോബുകൾക്ക് ഒരു ശക്തിയുണ്ട് എന്നുള്ളത് എനിക്ക് ബലപ്പെട്ടു. കാരണം ഇവിടെ വ്യത്യസ്ത ആകൃതിയാണ്. താഴെ വൃത്തം സമചതുരമാണെങ്കിൽ മുകളിലെത്തുമ്പോൾ വൃത്തമായി, മധ്യത്തിൽ സമചതുരവുമല്ല വൃത്തവുമല്ല. മധ്യത്തിൽ നിന്ന് താഴോട്ട് പോകുന്തോറും അതും സമചതുരവും വൃത്തവുമല്ലെങ്കിൽ താഴോട്ട് പോകുന്നതും സമചതുരമായിക്കൊണ്ടിരിക്കുന്നു കൂടുതലായി. അതുപോലെ മധ്യത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും പരിപൂർണ വൃത്തം അല്ലെങ്കിലും വൃത്തമായിക്കൊണ്ടിരിക്കണം. അതിന്റെ അർത്ഥം മുകൾ മുതൽ താഴെ വരെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഒരിക്കലും അത് എല്ലായിടത്തും ഒരേ ആകൃതിയായിരിക്കുകയില്ല, ഒരേ അളവുമായിരിക്കുകയില്ല. അപ്പോൾ ആ ചിന്ത എനിക്ക് ബലപ്പെട്ടു. ഈ കോഴിമുട്ട ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളിൽ വെച്ച് അമർത്തിയാൽ പൊട്ടില്ല എന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇതിന്റെ കാര്യം തന്നെയാണ് ഓർത്തത്. വ്യത്യസ്ത ആകൃതിയാണല്ലോ. ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു സെക്ഷൻ വരച്ചാൽ, ഇവിടെ മുറിച്ചുകൊണ്ട് അങ്ങോട്ടൊരു സെക്ഷൻ വരച്ചാൽ, ഇവിടെയുള്ള റൗണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ്, വൃത്തത്തിൽ വ്യത്യസ്തമാണ് ഇവിടത്തെ റൗണ്ട്, ഇവിടത്തെ റൗണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കാണുന്ന അണ്ഡാകൃതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ അണ്ഡാകൃതി, ഇവിടുത്തെ അണ്ഡാകൃതി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ചിന്ത, വ്യത്യസ്ത ആകൃതിയുള്ള കോളങ്ങൾ, താഴെ മുതൽ മുകളിൽ വരെയുള്ള രൂപങ്ങളിൽ സ്ക്വയർ ടു റൗണ്ട് ജോബ് പോലെ താഴെ ഒരു രൂപവും മുകളിൽ ഒരു രൂപവുമുള്ള ജോബുകൾക്ക് ശക്തി കൂടുതലാണെന്ന് തോന്നലുണ്ടായി. ആ ശക്തി കൂടുതലുള്ള ജോബുകളുടെ ഏറ്റവും ശക്തിയുള്ള രൂപമായി എനിക്ക് പെട്ടെന്ന് തോന്നിയത് അണ്ഡാകൃതിയാണ്. കാരണം ഇതിനെ വെല്ലുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. എല്ലാ ഭാഗത്തും വ്യത്യസ്തമാകുന്നു. ഇവിടെ ചിന്തിച്ചു പോയാൽ ചില ഭാഗങ്ങളെങ്കിലും ഒരു നേർരേഖയാണ്. നോക്കുക, ഇവിടെ സമചതുരത്തിന്റെ ഏറ്റവും താഴെ ഭാഗം ഒരു നേർരേഖയാണ്. അവിടെ ചെറുതായി നമുക്ക് ബെൻഡാക്കാൻ പറ്റും, അവിടെ ചെറുതായിട്ട് നമുക്ക് വളക്കാൻ പറ്റും, ശക്തി കുറവായിരിക്കും. എന്നാൽ അപ്രകാരം ഒരു ഭാഗം ഇതിന്റെ ഒരു ഭാഗത്തും ഇല്ലെന്നുള്ളതാണ്. എല്ലായിടത്തും വർത്തുളാകൃതി. അത് നീളത്തിൽ നിന്ന് നോക്കിയാലും വീതിയിൽ നിന്ന് നോക്കിയാലും തിക്നെസ് കട്ടിയിൽ നിന്ന് നോക്കിയാലും അങ്ങനെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എഞ്ചിനീയറിംഗിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എക്സ് ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും വൈ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും ഇസഡ് ഡയറക്ഷനിൽ നോക്കിയാലും ഇതിന് വ്യത്യസ്തമായ ആകൃതി. അപ്പോൾ ഞാൻ ഫാബ്രിക്കേഷൻ ഫീൽഡിൽ എലിപ്സിനോട് ഇത്രയേറെ താല്പര്യം കാണാൻ ഇടവന്നത്, ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള ജോബുകൾ, ശക്തിമത്തായ ജോബുകളിൽ ഒന്നായി എനിക്ക് തോന്നിയത് എലിപ്സാണ്. ഇത് ഒരു ശക്തിമത്തായ ജോബാണ്, ഒരു കോൺ ശക്തിമത്തായ ജോബാണ്. അതുപോലെ ശക്തിമത്തായ ഒരു ജോബാണെന്ന് തോന്നിയത് കാരണം അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 3 ഘട്ടമായിട്ടാണ് ഞാൻ എലിപ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. 1ാം ഘട്ടം ഇന്ന് ലോകത്ത് നടപ്പുള്ള എലിപ്സ് വരയ്ക്കാനുള്ള രീതികൾ. 2ാമത്തെ ഘട്ടത്തിൽ ആ രീതികൾ യഥാർത്ഥ എലിപ്സുമായിട്ട് കാൽക്കുലേഷനുമായി, കണക്കുകളുമായി യോജിച്ചു പോകുന്നതാണോ എന്നുള്ളത്. 3ാമത്തത് ഒരു ഫോർമുല കണ്ടെത്തുകയാണ് എലിപ്സ് വരയ്ക്കാൻ. 2 റേഡിയസ് കൊണ്ട് വരയ്ക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒറ്റ വര വരയ്ക്കണം, ഇവിടെ നിന്ന് ഒറ്റ വര വരയ്ക്കണം. അതുപോലെ ലോങ് റേഡിയസ്, നീണ്ട റേഡിയസ് കൊണ്ട് മൈനർ ഡയ, ചെറിയ വ്യാസം വരച്ചെടുക്കണം. ഇവിടെയും വരച്ചെടുക്കാം, ഇവിടെയും വരച്ചെടുക്കാം. അപ്പോൾ അതാണ് ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്രകാരമുള്ള ഒരു എലിപ്സ് ഉണ്ടാക്കുന്നതിന് ഈ രീതിയിൽ, അതായത് മേജർ ഡയമീറ്റർ എത്രയാണോ അതിലൊരു വൃത്തം വരയ്ക്കുകയും മൈനർ ഡയമീറ്റർ ചെറിയ വ്യാസം എത്രയാണോ അതിൽ ഒരു വൃത്തം വരയ്ക്കുകയും ചെയ്തുകൊണ്ട് എലിപ്സ് വരയ്ക്കുന്ന രീതിയാണ് അടുത്ത എപ്പിസോഡിൽ വരയ്ക്കുന്നത്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.